نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين صدق الله عليه. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പകർത്തി നിഷ്ഠയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ മുത്തഖീകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? മാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും നമ്മളെ പ്രസവിച്ച പോറ്റി വളർത്തിയ ഒരു സ്ത്രീ, അതാണ് ഉമ്മ എന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത്ഭുതം തോന്നിപ്പോകും. നമ്മളാക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമാണ് ഉമ്മ എന്നുള്ളത്. നമ്മളൊക്കെ പല വ്യത്യസ്തമായ സ്ഥാനങ്ങളിലും പദവികളിലും ഉന്നതമായ പല മേഖലകളിലുമൊക്കെ ഉള്ളവരാണ്. നമ്മളെ ഇങ്ങനെ ആക്കി തീർക്കാൻ, ഈ രൂപത്തിലേക്ക് നമ്മളെങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്നതാണ് ഉമ്മ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ. ഉമ്മയെയും ഉപ്പയെയും അങ്ങനെ പറയാം, പക്ഷെ എത്രയോ പടി മേലെയായി ഉമ്മയാണ് ആ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന ആളായിരിക്കണം ഉമ്മ എന്ന് ചൂസ് ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരമില്ല, അവകാശമില്ല. പടച്ചവൻ അത് നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ആ രൂപത്തിൽ തന്നെ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന രൂപത്തിൽ, നമ്മളാക്കി മാറ്റാൻ പറ്റുന്ന രൂപത്തിൽ അവരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്കറിയാം, ചരിത്രത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ട്. ഖുർആനിൽ പറഞ്ഞ ഉമ്മമാര് തന്നെ ഉണ്ട്. ഇപ്പോ തന്റെ കുട്ടിയെ ആരും അറിയാതെ ഒരു പെട്ടിയിലാക്കിയിട്ട് രഹസ്യമായി നദിയിലേക്ക് ഒഴുക്കിയ ഒരു പൊന്നുമ്മയെ വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നുണ്ട്. ഏകാധിപതിയായ ഫിറഔനിന്റെ നാശത്തിനും
അതേപോലെ തന്നെ ഇസ്രായേല്യർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ മോചനത്തിനും തന്നെ നിമിത്തമായ ആ ധീരപുത്രന്റെ മാതാവിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് വാസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ എന്നാണ്. മൂസായുടെ മാതാവാണത്, മൂസാ നബിയുടെ മാതാവ്. അവരാകെ മനസ്സ് തപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നു, ആകെ പ്രയാസപ്പെടുന്ന അവസ്ഥ വന്നു. കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിവൃത്തിയില്ലാതെ പെട്ടിയിലാക്കി ഒഴുക്കിയിട്ട് മകളെ അതിന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് ആ കുട്ടിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, യാ മറിയമു ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകപ്രശസ്തനായ പ്രവാചകനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ അള്ളാഹു തയ്യാറാക്കിയത്, യാ മറിയം, മറിയമേ, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ വളരെ ശുദ്ധയായി പവിത്രയായി കാത്തു സൂക്ഷിച്ചു. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെക്കാളും നിങ്ങളെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത് വെച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമുക്കറിയാം, അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം നാട് വിട്ടു പോയിട്ട് എവിടെയൊക്കെയോ കറങ്ങി തിരിച്ച് ഒരുപാട് നാളുകൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടില് വാതില് മുട്ടി വിളിച്ച് അപ്പൊ ഉമ്മ ചോറെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മ എങ്ങനെ ഇവിടെ ചോറ് ഈ സമയത്ത്? അപ്പൊ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നീ പോയ അന്ന് മുതൽ നിനക്ക് വേണ്ടി എല്ലാ ദിവസവും ഇങ്ങനെ ചോറെടുത്ത് കാത്തിരിക്കുമായിരുന്നു, ആ ചോറാണിത് എന്ന്. അതാണ് ഉമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അവർക്ക് ഒരു താങ്ങായി, തണലായി, അവരുടെ ഉയർച്ചയുടെ, പദവിയുടെ ഒക്കെ ഒരു നിമിത്തമായി ഉമ്മ എന്ന ഒരു സ്ത്രീയെ കാണാൻ കഴിയും. അതാണ് ഈസാ നബിയുടെ ചരിത്രത്തിൽ മറിയമിനെ ഇങ്ങനെ വരച്ച് കാണിച്ചത്. മൂസാ നബിയുടെ ചരിത്രത്തിൽ മൂസാ നബിയുടെ മാതാവിനെ ഇങ്ങനെ കാണിച്ചത്. ആസിയ ബീവി എന്ന് പറയുന്ന സ്വർഗസ്ഥയാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഒരു ഉമ്മയുണ്ട്. മൂസാ നബിയുടെ പോറ്റുമ്മയാണ്. മൂസാ നബിയുടെ പോറ്റുമ്മയാണ് യഥാർത്ഥത്തിൽ അവർ. അറേബ്യയിലെ ഏറ്റവും ധീരയായ, ഏറ്റവും പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ആമിന, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ്. ഇവരൊക്കെ ഇതേ രൂപത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ സഹകരിക്കേണ്ടത്, കൂട്ടുകൂടേണ്ടത് ആരുമായാണ്? ഞാൻ കൂട്ടുകൂടുമ്പോ, സഹകരിക്കുമ്പോ, സഹവസിക്കുമ്പോ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മുക, എന്റെ ഉമ്മയോടാണ്. വീണ്ടും അയാൾ ചോദിച്ചു, സുമ്മമൻ, അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? ഫസ്റ്റ് ഉമ്മാക്ക്, ശരി. പിന്നെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിക്കേണ്ടത്, കൂട്ടുകൂടേണ്ടത് ആരോടാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മുക്ക, ഉമ്മനോട് തന്നെ. വീണ്ടും അയാൾ ചോദിക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 3 പ്രാവശ്യവും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മയോടാണ് ഏറ്റവും നന്നായി കൂട്ടുകൂടുകയും ഏറ്റവും നല്ല സഹവാസം ഉണ്ടാവുകയും ചെയ്യേണ്ടത്. 4ാമതാണ് അബൂക്ക, നിന്റെ പിതാവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഉമ്മയോടുള്ള ബന്ധത്തെ പറ്റി പ്രവാചകൻ ഇങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത്. ഉമ്മ ജീവിച്ചിരുന്നിട്ട് ആ ഉമ്മയുടെ പൊരുത്തം കിട്ടാതെ, അല്ലെങ്കിൽ ആ ഉമ്മയുടെ തൃപ്തി കിട്ടാതെ ജീവിക്കുന്ന ഒരു മകനോ മകളോ അവൾ ജീവിതത്തിൽ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്.
ഉമ്മമാരോട് ഏതെങ്കിലും രൂപത്തിൽ അവരെ അനിഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. ഹറാമാണത് എന്ന്. ഉമ്മയെ വെറുപ്പിച്ചുകൊണ്ട് അവരോട് അനുസരണക്കേട് കാണിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. ഉമ്മമാരോടും അതുപോലെ തന്നെ പിതാക്കളോടുമൊക്കെ നന്മ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. പല സ്ഥലത്തും ഒരു പദവി ഉമ്മക്ക് കൂടുതലുള്ളതായി കാണിക്കുന്ന ആയത്തുകൾ. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തുണ്ടല്ലോ, സൂറത്തു അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. അല്ലാഹു പറയാണ്, നാം വസിയത്ത് ചെയ്തു, നാം കൽപ്പിച്ചു, നാം അനുശാസിച്ചു. ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. ഹസൻ എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ്. ആ നന്മ കൊടുക്കണമെന്ന്, നന്മ ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹു ഇവിടെ വസിയ്യത്ത് ചെയ്യാം. അള്ളാഹുവിന്റെ നിർബന്ധമായ കൽപ്പനയാണ്. വഖളാ റബ്ബുഹു എന്ന് മറ്റു ചില ആയത്തുകളിൽ കാണാം. അള്ളാഹു വിധിച്ചിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. അപ്പൊ കുടുംബത്തിന്റെ അടിത്തറയായ മാതാവ്, പിതാവ്, ഇവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെ തൊട്ടടുത്ത് തന്നെ വേണമെന്നുള്ളത് ഖുർആൻ നിർദ്ദേശിക്കുന്നതാണ്. അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് വ്യത്യസ്തമായ ആയത്തുകളിൽ അങ്ങനെ കാണാൻ കഴിയും. അപ്പോ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുമായുള്ള ആ ബന്ധം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ട് അതിനുശേഷം പറയാണ് ഹമലത്തുഹു ഉമ്മുഹു. മാതാവിനെ പറ്റി പ്രത്യേകം സവിശേഷമായ മാതാവിനെ പറ്റി എടുത്തു പറയുകയാണ്. ഹമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. ഉമ്മ അവനെ ഗർഭം ചുമന്നു. അത് നബി അലൈഹി സ്വലാമിന്റെ ആ ചരിത്രം പറഞ്ഞല്ലോ. അന്ന് മനുഷ്യരെ സൃഷ്ടിച്ചത് ആദം, ഹവ്വ, 2 പേരെ സൃഷ്ടിച്ചതാണ്. പിന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഗർഭം ചുമക്കാനുള്ള ഉത്തരവാദിത്തം സ്ത്രീ വർഗത്തെ, ഉമ്മമാരെ, അവരെ പാലൂട്ടാൻ, അവരെ ലാളിക്കാൻ, അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തം അള്ളാഹു ഇങ്ങനെ ഉമ്മമാരെ ഏൽപ്പിച്ചു എന്ന്. ഹമലത്തുഹു ഉമ്മുഹു. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ വല്ലാത്ത അത്ഭുതം തോന്നും. ഒരു സ്ത്രീ ഉമ്മയാകുന്നതോടുകൂടി അവിടെ ജന്മമെടുക്കുന്നത് ഒരു ജന്മമല്ല, 2 ജന്മമാണ്. ഒരു കുട്ടി പിറക്കുന്നതോടൊപ്പം അതുവരെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടി ഉമ്മയായി ജനിക്കുക കൂടിയാണ്. ഗർഭം ചുമക്കുന്നതോടുകൂടി അവളിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, അതുവരെ ഒരു കൗമാരക്കാരിയായി ചാടിക്കളിച്ച് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നതോടുകൂടി അവരുടെ ശാരീരിക മാനസിക ഇതിലേക്ക് വരുന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അള്ളാഹു അവരതിനു വേണ്ടി തയ്യാറാക്കുകയാണ്. ഒരു ഉമ്മ കൂടി അവിടെ ജന്മം കൊള്ളുകയാണ്. ഒരു കുട്ടി മാത്രമല്ല, ഒരു ഉമ്മ കൂടി ജന്മം കൊള്ളുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹമലത്തുഹു ഉമ്മുഹു കുർഹ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. ആ 9 മാസം 10 ദിവസം എന്ന് പറഞ്ഞാൽ ആ ഗർഭം ചുമക്കുന്ന കാലത്തുണ്ടാകുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും. കുറെയൊക്കെ പ്രായമായ ആളുകൾ അവരുടെ മക്കൾ, പെൺമക്കൾ അല്ലെങ്കിൽ മരുമക്കൾ ഈ അവസ്ഥയിലെത്തുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്റെ ഉമ്മ എന്നെ ഇതേപോലെ ഗർഭം ചുമന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന്. ശരിക്കൊരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, അതേപോലെ തന്നെ ശരിയായ രൂപത്തിൽ ഉറക്കം കിട്ടാത്ത, ചെരിഞ്ഞും മറിഞ്ഞും ഒരു സുഖമായി കടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ പ്രയാസകരമായ ഒരു ഘട്ടം അങ്ങനെ കഴിഞ്ഞു പോവുക. ഉമ്മക്കാണ് പ്രയാസം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലൂയിഡിൽ അവിടെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് കഴിഞ്ഞുകൂടാമെന്നാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല എന്നാണ്. എന്നാൽ അതിനൊക്കെ സഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഉമ്മയാണ് സഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവനെ അല്ലെങ്കിൽ അവളെ അവർ പ്രസവിച്ചത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. ഗർഭം ചുമന്നത് പ്രയാസത്തോടു കൂടിയാണ്. അതേപോലെ തന്നെ അവരെ പ്രസവം നടന്നത് അതും വളരെ പ്രയാസത്തോടു കൂടിയാണ്. പലരും പറയാറുണ്ട്, മനുഷ്യന്റെ എല്ലുകൾ മുഴുവനും നുറുങ്ങുന്ന രൂപത്തിലുള്ള വേദന സഹിച്ചാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് എന്ന്. അപ്പൊ ആ പ്രസവ വേദനയെ സംബന്ധിച്ചും അതിനോടനുബന്ധമായി ഉണ്ടാകുന്ന
അവസ്ഥകളെ പറ്റിയെല്ലാമാണ് ഖുർഹൻ എന്നുള്ള ആ ഒരു പദത്തിൽ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ചില ആയത്തുകളിൽ വഹ്നൻ അലാ വഹൻ, സൂറത്തുൽ ലുഖ്മാനിൽ അങ്ങനെ കാണാൻ കഴിയും. വഹ്നൻ അലാ വഹൻ, പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് എന്ന്. അഥവാ വാക്കുകൾക്ക് അതീതമായ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യാതനകളും ഒക്കെയാണ് ഈ പ്രസവകാലത്തും ഗർഭകാലത്തുമൊക്കെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ഇങ്ങനെ പ്രസവിച്ച് അങ്ങനെ വഹംലുഹു വഫിസാലുഹു സലാസൂന ശഹ്റ, ഗർഭകാലവും മുലകൂടി തീരുന്ന കാലവും എല്ലാം കൂടി നോക്കിയാൽ ഒരു 10-30 മാസക്കാലം അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇവിടെ സലാസൂന ഷഹ്റ എന്ന് പറഞ്ഞത് 30 മാസം എന്ന് പറഞ്ഞത് കൃത്യമായ പറയലാണ് എന്നത് ധരിക്കേണ്ടതില്ല എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ ഒരു 10-30 മാസം എന്ന്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പാലൂട്ടുന്ന കാലം, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് 2 വർഷം മുലയൂട്ടിയിരിക്കണം, പാലൂട്ടിയിരിക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ 24 മാസം അങ്ങനെ തന്നെ വരുന്നു. പിന്നീടുള്ള ഗർഭകാലം ഒരു 9 മാസം ഉണ്ടെങ്കിൽ 33 മാസമാകും. ചില മുഫസ്സിറുകൾ അതിനെ രേഖപ്പെടുത്തുന്നത് ഏറ്റവും ചുരുങ്ങിയ മിനിമം ഈ ഗർഭകാലം എന്നുള്ളത് 6 മാസമായി കണക്കാക്കാവുന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും വിശുദ്ധ ഖുർആൻ അതൊരു കൃത്യമായ കണക്കായി പറഞ്ഞതായിക്കൊള്ളണം എന്നില്ല. 10-30 മാസക്കാലം ഇങ്ങനെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവർ കഴിച്ചു കൂട്ടുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യരല്ലാത്ത വേറെ ജീവികൾക്ക് ഇത്രമാത്രം ശൈശവമില്ല. ഇത്രമാത്രം ശൈശവകാലം മനുഷ്യരല്ലാത്ത ജീവികൾക്കില്ല. മനുഷ്യൻ വളരെ മെല്ലെ 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 മാത്രമാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവന് പാലൂട്ടണം, മാതൃലാളന ഏൽക്കണം, പിതാവിന്റെ സ്നേഹം ഏൽക്കണം, അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ വളരുകയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ശക്തമായ ഒരു അടിത്തറ ഈ മനുഷ്യനുണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ മരങ്ങളൊക്കെ എടുത്തു നോക്കൂ. ഇന്ന് കുഴിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഇങ്ങോട്ട് വളർന്നു വരുന്ന, അല്ലെങ്കിൽ പിന്നീട് ഒരു മാസം കൊണ്ട് പൂക്കളാകുന്ന കായ്കളാകുന്ന മരങ്ങൾക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു തെങ്ങ് നോക്കൂ, എത്ര കൊല്ല അത് മെല്ലെ മെല്ലെ വളർന്ന് അങ്ങനെ വരുന്നത്. അതേപോലെ അടിത്തറ വളരെ ഭദ്രമായ രൂപത്തിൽ, ഏറ്റവും ശക്തമായ രൂപത്തിൽ തന്നെ മുലപ്പാലിലൂടെ, മാതൃസ്നേഹത്തിലൂടെ, മാതാവിന്റെ എല്ലാ ലാളനിലൂടെ, വാത്സല്യത്തിലൂടെ അങ്ങനെ വളർന്നു വന്ന് ശക്തനായ ഒരു മനുഷ്യനായി മാറാനുള്ള ആ നിലക്കുള്ള ഒരു രൂപം തന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പിൽ ഉള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ മാതാവിനോട് ഏറ്റവും കൂടുതൽ പരിഗണന കാണിക്കണമെന്ന് നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഉമ്മുക്ക 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 എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മാതാവിനുള്ള 3 പദവി എന്താണ്? ഒന്ന് ഹമലത്തുഹു ഉമ്മുഹു, ഒന്ന് ഗർഭം ചുമന്നതാണ്. രണ്ടാമത്തെ പദവി വളഅത്തുഹു ഉമ്മുഹു, അവനെ പ്രസവിച്ചതാണ്. മൂന്നാമത്തേത് അവന് പാലൂട്ടുന്ന, വലയൂട്ടുന്ന കാലമാണ്. ഈ 3 പദവിയും മാതാവിനുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ സഹവാസത്തിന് അർഹമായത് മാതാവാണ്, മാതാവാണ്, മാതാവാണ് എന്ന് പറയാൻ കാരണമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ മാതാവിനോടുള്ള കടപ്പാട് അതേപോലെ തന്നെ ഏറ്റവും അങ്ങേയറ്റമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം വേണോ അത് മാതാക്കളുടെ കാലടി കീഴിലാണ്. ഈ മാതാവിനെ എത്രമാത്രം സേവിച്ച് സഹകരിച്ച് അവർക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ ഒരാൾ തയ്യാറാകുന്നുവോ അവർക്കാണ് സ്വർഗമെന്ന്. ഒരു മനുഷ്യൻ യമനിൽ നിന്ന് യാത്ര ചെയ്ത് ഹജ്ജിന് വരുന്നുണ്ട്, സ്വന്തമല്ല, മാതാവിനെ ചുമന്നുകൊണ്ട് വരികയാണ്. അതും തന്നെ മരുഭൂമിയിലൂടെ ചുമന്ന്. ആ മരുഭൂമി, ചൂടുള്ള മരുഭൂമിയെ പറ്റി പറയുന്നത് ഒരു ഇറച്ചി കഷ്ടാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് കരിഞ്ഞു പോവും. അതിന് മാത്രം ചൂടുള്ള മരുഭൂമിയിലൂടെ മാതാവിനെയും ചുമന്നു വന്നിട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇത് പോരെ എനിക്ക് എന്റെ മാതാവിനോടുള്ള കടപ്പാട് തീർക്കാൻ, എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീർക്കാൻ ഇത് പോരെ? ഉമ്മാനെ ഏറ്റി വന്നു, ഇവിടെ മക്കയിൽ കൊണ്ടുവന്നു, ഹജ്ജ് ചെയ്യിച്ചു, ഇത് പോരെ മാതാവിനോടുള്ള കടപ്പാട് തീർക്കാൻ? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ, പോരാ, പോരാ മോനെ, വലാ ബിസഫ്റത്തിൻ മിൻ സഫ്റാത്തിഹാ, ആ മാതാവിന്റെ മനസ്സിൽ നിന്നുണ്ടായ ഒരു നെടുവീർപ്പിന് പകരം പോലും ആകുകയില്ല
നിന്റെ ഈ സേവനം. ഉമ്മാന്റെ ഒരു നെടുവീർപ്പിന് പകരമാവുകയില്ല എന്ന്. ചെറിയ മക്കൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞരങ്ങി അങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഒന്ന് കാണാതിരുന്നാൽ ഉമ്മ ഇടുന്നൊരു നെടുവീർപ്പുണ്ട് അല്ലെ? എന്റെ മോൻ, എന്റെ മോൾ, ആ ഒരു നെടുവീർപ്പിന് പകരമാവുകയില്ല ഈ ഇത്രമാത്രമുള്ള സേവനം എന്ന്. പലപ്പോഴും നമ്മളും അങ്ങനെ പല കണക്കുകൂട്ടലും ഉണ്ടാവാറുണ്ടല്ലേ. ഉമ്മാക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തതാ, ഉമ്മാക്ക് ഞാൻ ആഭരണം വാങ്ങിക്കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, എത്ര പ്രാവശ്യം ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് ഞാനല്ലേ, എന്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്, ഇക്കാക്ക് അപ്പുറത്ത് താമസിക്കുന്നുണ്ടല്ലോ, എന്നാലും ഞാനല്ലേ നോക്കുന്നത്. നമ്മളങ്ങനെ ഓരോ കണക്ക് നമ്മളെ മനസ്സിൽ വെക്കുന്നുണ്ടല്ലേ. പക്ഷെ അബ്ദുല്ലാഹി ബിൻ ഉമർ പറഞ്ഞത് എന്താണ്? അവരുടെ ഒരു നെടുവീർപ്പിന്. നമുക്കൊരു പനി ഉണ്ടായപ്പോ എന്റെ മോൻ, എന്റെ മോള് എന്ന് പറഞ്ഞ് ഉമ്മയിട്ട ആ ഒരു നെടുവീർപ്പുണ്ടല്ല, ആ ഒരു നെടുവീർപ്പിന് പോലും പകരമാവുകയില്ല നിങ്ങൾ എന്ത് ചെയ്താലും എന്ന്. അത്രമാത്രം പ്രധാനപ്പെട്ട കടമയാണ് ഉമ്മയോട് എന്ന് പ്രവാചകന്റെ അനുയായി അബ്ദുല്ലാഹി ബിൻ ഉമർ പഠിപ്പിക്കാം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മാനങ്ങനെ നോക്കിയിരിക്കുന്നത് ഇബാദത്താണ്, ഉമ്മാനങ്ങനെ നോക്കിയിരിക്കുന്നത് ഇബാദത്താണ്. ഉമ്മക്ക് വേണ്ടി ഒരു ലേശം സമയം ചെലവഴിക്കുക. നേരത്തെ പറഞ്ഞല്ലോ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. എന്താണ് ഇഹ്സാൻ യഥാർത്ഥത്തിൽ? നമ്മളിങ്ങനെ പറയും എന്തിന്റെ പോരായ്മയാണ് ഉമ്മാക്കുള്ളത്, എന്തിന്റെ പോരായ്മ വാപ്പാക്കുള്ളത്? നല്ല വീടുണ്ടാക്കി കൊടുത്തില്ലേ, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അവിടെ വേലക്കാരില്ലേ, ഹോം നഴ്സിനെ നിർത്തിയിട്ടില്ലേ, ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അതല്ല ഇഹ്സാൻ എന്നാണ്. എന്താണോ ഉമ്മ ആവശ്യപ്പെടുന്നത്, ഉമ്മക്ക് എന്താണ് വേണ്ടത്, അത് ചെയ്തു കൊടുക്കലാണ് ഇഹ്സാൻ എന്ന്. ഇങ്ങനെ എല്ലാ സൗകര്യമുള്ള ഉമ്മാനോടും ഉപ്പാനോടും ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന്. അവര് പറയും, മോനെ മോളെ ഒന്ന് എന്റെ അടുത്ത് കുറച്ചേരം ഇരിക്ക്, ആ പേരക്കുട്ടികളേറ്റ് ഒന്നും ഇങ്ങോട്ട് വാ, നമ്മളൊന്ന് കുറച്ച് ദിവസം അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോ അതായിരിക്കും ഇഹ്സാൻ. അത് ചെയ്തു കൊടുക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഇഹ്സാൻ അല്ല, അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുന്നത് എന്ന്. ഇങ്ങനെ നന്മ ചെയ്യാൻ, ആ മാതാവിനോട് ഒരു വെറുപ്പിന്റെ ഒരു അംശം പോലും കാണിക്കാത്ത രൂപത്തിൽ പെരുമാറാൻ ആർക്ക് സാധിക്കുന്നുവോ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അവർക്കാണ് സ്വർഗമുള്ളത് എന്ന്. ആ സ്വർഗത്തിന്റെ ഉടമകളാകാൻ പരമാവധി ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പടച്ചവന്റെ കൽപ്പനകൾ ശ്രദ്ധിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിന്റെ ഒരു പകുതി ഭാഗം നമ്മളൊക്കെ ഈ രംഗത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രാർത്ഥനയടങ്ങുന്ന ഭാഗമാണ്. ഖുർആൻ പറയുന്നത് ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. ഇങ്ങനെ അമ്മയും വാപ്പിയൊക്കെ നമ്മളെ പോറ്റി വളർത്തി വലുതായി അത്യാവശ്യം ആരോഗ്യമുണ്ടായി ശക്തിയായി, വബലഗ 40 സന, ഏകദേശം 40 വയസ്സൊക്കെ ആകുമ്പോൾ, ഖാല, ഒരു നല്ല മോനാണെങ്കിൽ ഒരു നല്ല മോളാണെങ്കിൽ അവൻ ഇങ്ങനെ പറയും, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക, പടച്ചവനെ എനിക്ക് തുണയേകണമേ, അൻ അഷ്കുറ നിഅമതക, നിന്റെ നിഅമത്തിന് നന്ദി ചെയ്യാൻ. ഈ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിപ്രായമൊക്കെ കഴിഞ്ഞ് യൗവനം അങ്ങനെ ഒരു പക്വതയൊക്കെ എത്തുന്ന ഒരു പ്രായത്തിൽ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വേണ്ടപ്പെട്ടവനാണ്. താഴേക്ക് നോക്കുമ്പോൾ മക്കളുണ്ട്, മേലേക്ക് നോക്കുമ്പോൾ ഉമ്മയും വാപ്പിയുണ്ട്. അങ്ങനെ സമൂഹത്തിലും തന്നെ ഉന്നതമായ സ്ഥാനങ്ങളും അതുപോലെ തന്നെ അവസ്ഥകളും ഒക്കെ ഉണ്ട്. സാമ്പത്തികമായും അത്യാവശ്യം മെച്ചമുണ്ട്, നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനയുണ്ടാകണമെന്ന്. എന്താ ഉണ്ടാവേണ്ടത്? റബ്ബി ഔസിഇനി, എനിക്ക് തുണയേകണേ, എനിക്കതിനുള്ള അവസരം തരണമേ. എന്തിനുള്ള? അൻ അഷ്കുറ നിഅമതക, ഇങ്ങനെയുള്ള നിഅമത്തുകളൊക്കെ തന്ന നിനക്ക് നന്ദി കാണിക്കാൻ. പടച്ചവനെ, നിനക്ക് നന്ദി കാണിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റണമേ
എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അല്ലത്തി അൻഅംത അലയ്യ വഅല വാലിദയ്യ, എനിക്ക് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്കും നന്മ ചെയ്ത, എൻ്റെ മാതാപിതാക്കൾക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തതിലൂടെയാണ് അവർ എന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. അതുകൊണ്ട് അങ്ങനെ എല്ലാ നന്മകളും ചെയ്തു തന്ന അല്ലാഹുവേ, നിനക്ക് നന്ദി ചെയ്യുന്നവനാക്കി എന്നെ മാറ്റണമേ. വഅൻ അഅമല സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് നീ ഉദവി നൽകണമേ. തർല്ലാഹു, നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ, നിന്റെ പ്രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പടച്ചവനെ എനിക്ക് നീ തൗഫീഖ് നൽകണമേ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി, എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് നീ നന്മ പകരണമേ. എൻ്റെ മക്കളിലൂടെ അവരിലുണ്ടാകുന്ന ആ നന്മകൾക്ക് എന്നെയും നീ അർഹമാക്കണമേ എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. മക്കളെ നന്നാക്കണമെന്നല്ല, എൻ്റെ മക്കളിൽ ഉണ്ടാകുന്ന ആ നന്മയിൽ എന്നെ കൂടി നീ പങ്കാളിയാക്കുന്ന രൂപത്തിൽ അല്ലാഹുവേ എനിക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള അവസ്ഥ നൽകണമേ. ഇന്നി തുബ്തു ഇലൈക്, അല്ലാഹുവേ ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുകയാണ്. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, ഞാൻ നിന്നെ അനുസരിക്കുന്ന ഏറ്റവും നല്ലവരിൽ പെട്ടവനാണ് എന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ 5-6 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത്, എനിക്ക് നന്ദി ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നൽകണമേ. നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ, മാതാപിതാക്കൾക്ക് ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതേപോലെ മക്കളിലൂടെ ഏറ്റവും നല്ലത് എനിക്കുണ്ടാകാൻ, അതേപോലെ തന്നെ ഞാൻ പശ്ചാത്തപിക്കുന്നവനാകാൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ, ഇങ്ങനെയുള്ള എല്ലാ കഴിവും എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈ ഒരു മനുഷ്യൻ. എന്നിട്ട് പിന്നീട് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്, ഇങ്ങനെയുള്ളവരാണ് നാളെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയമായി സ്വർഗത്തിലാകുന്നവർ എന്നാണ് പിന്നീട് അടുത്ത ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി എടുത്തു പറയുകയും മാതാവിന്റെ പ്രയാസങ്ങളെ പറ്റിയും മാതാവിനോടുള്ള കടപ്പാടിനെ പറ്റിയും ഓർമ്മിപ്പിക്കുകയും ചെയ്തതിനു ശേഷം നല്ലൊരു മനുഷ്യൻ അവന്റെ സമ്പുഷ്ടമായ അവന്റെ ജീവിതഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പരമാവധി മനസ്സിലാക്കി ജീവിതത്തിൽ ഈ ബന്ധങ്ങളോട് കാണിക്കുന്ന ഏറ്റവും മാന്യമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആക്കി തീർക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നശിച്ചത് തന്നെ 3 പ്രാവശ്യമാണ് പറഞ്ഞത്. അപ്പൊ എന്തിനെ പറ്റിയാന്ന് ചോദിച്ചപ്പോ, മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് ഒരു മനുഷ്യന് അവരുടെ പ്രീതി കിട്ടാതെ അവർ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുന്നുവെങ്കിൽ ആ മനുഷ്യൻ നശിച്ചതാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാണ്. അപ്പൊ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രീതി കിട്ടാത്ത രൂപത്തിലുള്ള ജീവിതം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ പക്കൽ ഉണ്ടാകണം. അവർ മരിച്ചുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ഒക്കെ അതും നമ്മുടെ പക്കൽ നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതായാലും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ മാതാപിതാക്കളോട് ഏറ്റവും നല്ല പെരുമാറ്റമുള്ള മക്കളായി തീരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മാതാപിതാക്കളുടെ പ്രീതി കരസ്ഥമാക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇവിടെ കലക്ഷൻ നടക്കുന്നത് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള ഒരു കലക്ഷനാണ്. അതിന് പരമാവധി എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ നല്ല മക്കളായി തീരാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അപാകതകളും അള്ളാഹു പൂർത്തി മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ ഉമ്മ ഉപ്പ അതേപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار.